എല്ലാ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഇപ്പോൾ മുഴുവൻ കാണുന്നത് നടൻ ഉണ്ണി മുകുന്ദനാണിപ്പോൾ. ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട ചില മർദ്ദന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിരൽ സ്പർശിച്ചാൽ അപ്പോൾ അത് തന്നെയാണ് ചർച്ചാ വിഷയം. നടൻ മർദ്ദിച്ചെന്നാരോപിച്ച് മാനേജർ വിപിൻ കുമാർ പരാതി നൽകിയതോടെ ആരാധകരും അമ്പരപ്പിലാണ്. ടൊവിനോ തോമസ് നായകനായ പുതിയ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതാണ് ഉണ്ണി മുകുന്ദനെ പ്രകോപിച്ചതെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. മോളിവുഡിലെ യുവനിരയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന രണ്ട് നടന്മാരാണ് ഇപ്പോൾ നമ്മുടെ ഉണ്ണി മുകുന്ദനും ടൊവിനോയും. സ്ക്രീൻ പ്രസൻസ്, മാസ് റോളുകളിലെ മികവ്, ഫിറ്റ്നസ്സിനോടുള്ള ഒരു താല്പര്യം, സിനിമാ പശ്ചാത്തലമില്ലാതെ കരിയറിൽ വളർന്നവർ തുടങ്ങി ഒരു പിടി സാമ്യതകൾ ഇവർ തമ്മിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കരിയർ ഗ്രാഫ് എടുത്താൽ ഉണ്ണി മുകുന്ദനും ബഹുദൂരം മുന്നിലാണ് ടൊവിനോ തോമസ്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും രണ്ട് തരത്തിലാണ് കരിയറിൽ വളർന്നത്. ഉണ്ണിക്കെന്നും പ്രിയം തനിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാനായിരുന്നു. കൊമേഴ്സ്യൽ സിനിമകൾക്കാണ് ഉണ്ണി മുകുന്ദൻ എന്ന നടൻ എന്നും ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകിയത്. എന്നാൽ ടൊവിനോ തോമസ് അങ്ങനെയല്ല, നേരെ മറിച്ചാണ്. തൻ്റെ കഥാപാത്രത്തിനേക്കാൾ സിനിമ മൊത്തത്തിൽ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നതിനാണ് സൂപ്പർ താര പദവിയുള്ളപ്പോഴും ടൊവിനോ തോമസ് ശ്രദ്ധിച്ചിട്ട്. ഡിയർ ഫ്രണ്ട്, കള തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഒരു ഉദാഹരണങ്ങളാണ്. തമിഴ് സിനിമയിൽ തുടക്കം കുറിച്ച് മലയാളത്തിലേക്ക് കടന്നു വന്ന ഉണ്ണി മുകുന്ദൻ തുടക്കകാലത്ത് നായകനായും സഹനായകനായും എത്തി. 2012 നമ്മൾ നോക്കിയാൽ ആ സമയത്ത് പുറത്തിറങ്ങിയ മല്ലു സിംഗ് ആണ് ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ആദ്യത്തെ ഒരു സൂപ്പർ ഹിറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പൃഥ്വിരാജിന് ശേഷം വരുന്ന മികച്ച സ്ക്രീൻ പ്രസൻസ് ഉള്ള യുവനടനായി ഉണ്ണി മുകുന്ദൻ അപ്പോൾ വിലയിരുത്തപ്പെട്ടു. മറ്റൊരു യൂത്ത് ഐക്കണിനെ കിട്ടിയെന്ന് അന്ന് സിനിമാ ലോകം പറയുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് മല്ലു സിംഗ് പോലൊരു ഹിറ്റ് ലഭിക്കാൻ ഉണ്ണി മുകുന്ദനെ ഏറെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏഴാം സൂര്യൻ, ഐ ലവ് മീ എന്നീ സിനിമകൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഒരു മുറൈ വന്ന് പാരായ, സ്റ്റൈൽ തുടങ്ങിയ സിനിമകൾ ഭേദപ്പെട്ട വിജയം നേടി. മലയാളത്തിൽ വലിയ ഹിറ്റില്ലാതിരുന്ന സമയത്ത് തെലുങ്ക് സിനിമകളിൽ നടൻ ശ്രദ്ധേയമായ വേഷങ്ങളാണ് ചെയ്തത്. ബാഗ്മതി ഉൾപ്പെടെ നിരവധി സിനിമകൾ ഉദാഹരണം. ഇതിനിടയിൽ വലിയ ശ്രദ്ധ നേടാതെ പോയ പല മലയാള സിനിമകളിലും ഉണ്ണി അഭിനയിച്ചു. 2022 മേപ്പടിയാൻ എന്ന സിനിമയോടെയാണ് ഉണ്ണി മുകുന്ദൻ താരമായി വളർന്നു വന്നത്. അതേ വർഷം റിലീസ് ചെയ്ത മാളികപ്പുറം സൂപ്പർ ഹിറ്റായി. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി, കുട്ടികളുടെ കണ്ണിലുണ്ണിയായി ഉണ്ണി മുകുന്ദൻ മാറി. ജയ് ഗണേഷ് വന്നു, അതിനുശേഷം മാർക്കോ വന്നു. അപ്പം മാർക്കോ, ജയ് ഗണേഷ് എന്നിവ പിന്നീട് പുറത്തിറങ്ങിയ സിനിമ. മാർക്കോ സൂപ്പർ ഹിറ്റായി. സൂപ്പർ താരമായി ഉണ്ണി മുകുന്ദൻ അപ്പോൾ വളർന്നു വന്നു. ആരാധകർ അദ്ദേഹത്തെ വാനോളം വാഴ്ത്തി. ഉണ്ണി മുകുന്ദനെ പോലെ കരിയറിൽ ഏറെ പണിപ്പെട്ടാണ് ടൊവിനോയും സിനിമാ ലോകത്ത് സ്ഥാനം നേടുന്നത്. പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ടൊവിനോ തുടക്കം കുറിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ മല്ലു സിംഗിൻ്റെ വിജയത്തിളക്കത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ടൊവിനോയുടെ ഒരു കടന്നുവരവ്. ഉണ്ണിയെപ്പോലെ തുടക്കകാലത്ത് സഹനായകനായി നിരവധി സിനിമകൾ ചെയ്തു. എന്ന് നിൻ്റെ മൊയ്തീനിലെ സഹനായക വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമാണ് ടൊവിനോ തോമസിൻ്റെ. പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകൾ ടൊവിനോയെ തേടി വന്നു. അതിനുശേഷം വന്ന 2016 ഗപ്പി എന്ന സിനിമ തിയേറ്ററിൽ അത് വലിയ ആയില്ലെങ്കിൽ കൂടിയും പ്രേക്ഷകരുടെ ഒരു നിരൂപക പ്രശംസ ആ സിനിമ നേടി. പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി അവസരങ്ങൾ ടൊവിനോയ്ക്ക് വന്നു ചേർന്നു. അതിൽ മായാവതി, ഗോദ, ഒരു മെക്സിക്കൻ അപാരത തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ ഒരു യൂത്ത് ഐക്കണാക്കി മാറ്റി. പിന്നീട് തീവണ്ടി, എൻ്റെ ഉമ്മാൻ്റെ പേര്, ഒരു കുപ്രസിദ്ധ പയ്യൻ തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ പ്രേക്ഷകർക്ക് ഒരു പ്രിയങ്കരനായ നടനാക്കി മാറ്റി. ഇതിനിടയിലും ഡിയർ ഫ്രണ്ട്, കള പോലുള്ള ഇമേജിനെ മാറ്റിമറിക്കുന്ന സിനിമകളും അദ്ദേഹം ചെയ്തു. തല്ലുമാല, 2018 തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റായി. അതേസമയം നാരദൻ, നീലവെളിച്ചം, നടികർ തുടങ്ങിയ നിരവധി ഫ്ലോപ്പുകളും ടൊവിനോയ്ക്ക് ഉണ്ടായി. എന്നാൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ഇതിനോടകം ടൊവിനോ
നമ്മുടെ മലയാളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. പുതിയ ചിത്രം വന്നു കഴിഞ്ഞു, സൂപ്പർ ഹിറ്റാണ് നരിവേട്ട. മികച്ച ഒരു പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. സൂപ്പർ ഹിറ്റ് അഭിനയം കൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ നരിവേട്ട. ഹിറ്റുകൾ കരിയറിൽ കൂടുതൽ ടോവിനോയ്ക്കാണ്. ഉണ്ണിമുകുന്ദന്, മാർക്കോ, മാളികപ്പുറം എന്നിവയാണ് വൻ ഹിറ്റായ സിനിമകളായി ഇപ്പോൾ പറയാനുള്ളത്. മുമ്പിടങ്ങിയ മല്ലു സിംഗും ഉണ്ട്.